ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എൻക്ലെക്സാറൻ ടോപ്പിക് എന്ന് പറയുന്നത് ബെൽസ് പാൽസിയാണ്. എന്താണ് ബെൽസ് പാൽസി? ബെൽസ് പാൽസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡിൽ സഡൻ ആയിട്ടുണ്ടാകുന്ന ടെമ്പററി പാരാലിസിസ് ആണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 7th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും കംപ്രഷൻസോ ഇൻഫ്ലമേഷനോ ഒക്കെ വരുന്നതാണ്. അടുത്തതായിട്ട് എങ്ങനെയാണ് ബെൽസ് പാൽസി വരുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ റീസൺ അൺനോൺ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ അതുപോലെ തന്നെ വാരിസെല്ല സോസ്റ്റർ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒരു കാരണമാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളവരിലും അതുപോലെ തന്നെ ഡയബറ്റീസ്, ലോക്കൽ ട്രോമ ഇതെല്ലാം ഈ ഒരു കണ്ടീഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്തതായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് യൂണിലാറ്ററൽ ആയിട്ടുള്ള ഫേഷ്യൽ പാരാലിസിസ് ആണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ അഫക്റ്റഡ് ഏരിയയിലുള്ള ഐസ് ക്ലോസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അടുത്തതായിട്ട് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ ഫോർഹെഡിലെ റിങ്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാകുന്നു. ഈ ഒരു ഫീച്ചർ ആണ് ബെൽസ് പാൽസിനെ CVA-യിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൂപ്പിംഗ് ഓഫ് ദ മൗത്ത് ആണ്. അതുപോലെ തന്നെ ടങ്ങിന്റെ ആന്റീരിയർ പോർഷനിൽ ടേസ്റ്റ് നഷ്ടപ്പെടുന്നത് ഇതിന്റെ ഒരു കോമൺ സിംറ്റം ആണ്. Nidus Academy, India's #1 language academy.